ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? മാത്സ് നോട്ടും ടെക്സ്റ്റും ഒക്കെ എടുത്തോ എല്ലാവരും? നമ്മൾ കഴിഞ്ഞ ദിവസം തന്ന ഹോംവർക്കൊക്കെ ചെയ്തോ? ചെയ്യാത്തവരുണ്ടോ? ടീച്ചർ എന്തായാലും അത് ചെയ്തത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കുക, എന്നിട്ട് ഉത്തരം ശരിയാണോ നോക്കുക, ശരിയല്ലാത്തവർ അത് നോക്കി എഴുതിയെടുക്കുക. നമ്മളെല്ലാരും സർക്കസിനൊക്കെ പോവാറില്ലേ? സർക്കസിന്, സിനിമയ്ക്ക്, ഇതിനൊക്കെ പോവാറില്ലേ? അവിടെ കണ്ടിട്ടുണ്ടല്ലേ, കുട്ടികൾക്ക് ടിക്കറ്റിന്റെ വില ഒരു വിലയായിരിക്കും, വലിയവർക്ക് ടിക്കറ്റിന് വേറൊരു വിലയായിരിക്കും, കുറച്ച് കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ നമുക്ക് സർക്കസിൽ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? ഏകദേശം നമ്മൾ ചെയ്ത പോലത്തെ തന്നെ പ്രോബ്ലം, പക്ഷെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം കേട്ടോ. എന്നിട്ട് സ്വയം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ആദ്യം ചെയ്ത് നോക്കാം അല്ലെ? ചോദ്യം കണ്ടിട്ട് വരാം. Ticket rate for the science exhibition is 10 rupees for a child and 26 rupees for an adult. 740 rupees was got from 50 persons. How many children among them? ചോദ്യം കണ്ടല്ലോ അല്ലെ? നമ്മൾ ഇതിനു മുന്നേ ഒരു 20 റുപ്പി നോട്ട്, 10 റുപ്പി നോട്ട് അങ്ങനെ ഒരു കടക്കാരനിൽ നിന്ന് വാങ്ങിച്ചു, 100 രൂപയ്ക്ക് ചേഞ്ച് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചോദ്യം ചെയ്തത് ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞു അല്ലെ? അതേപോലെ എന്തെങ്കിലും ഇവിടെ ആവശ്യമുണ്ടോന്ന് നോക്കിക്കേ. എന്തൊക്കെയോ വരുന്നുണ്ട് മനസ്സിൽ ഇല്ലേ? നമുക്ക് എന്തായാലും ചോദ്യം ഒന്ന് നോക്കാം. കുട്ടികളുടെ വില എത്രയാ? കുട്ടികളുടെ ടിക്കറ്റിന്റെ വില എത്രയാ? 10 രൂപ അല്ലെ? അഡൽട്സിന്റെ ടിക്കറ്റിന്റെ വില എത്രയാ? 26 രൂപ. A total of 740 rupees is got from how many persons? 50%. Therefore, the total number of persons were 50. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നതാണ്. ആകെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? കുട്ടികളുടെ ടിക്കറ്റിന്റെ വില അറിയാം, അഡൽട്സിന്റെ ടിക്കറ്റിന്റെ വില അറിയാം, മൊത്തം എത്ര കിട്ടിയ അന്നത്തെ ഒരു കളക്ഷൻ എന്നറിയാം, എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് അറിയാം. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ എക്സ് എന്നെടുക്കും. സോ ലെറ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ ബി ഈക്വൽ ടു എക്സ്. നമ്പർ ഓഫ് ചിൽഡ്രൻ എക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് അഡൽട്സ് എന്തായിരിക്കും? ഹൗ മെനി പേഴ്സൺസ് വേർ ദർ ഇൻ ടോട്ടൽ? ദർ ആർ 50 persons. 50ല് എക്സ് വേർ ചിൽഡ്രൻ. ദെൻ ഹൗ മെനി അഡൽട്സ് വേർ ദർ? 50 പേരിൽ 10 പേര് കുട്ടികളാണെങ്കിൽ എത്ര വലിയ ആൾക്കാരുണ്ടാവും? 50 - 10 40 അല്ലേ? സോ ഔട്ട് ഓഫ് ദിസ് 50 എക്സ് വേർ ചിൽഡ്രൻ. സോ the number of adults will be, yes, very good, 50 minus x. Now x കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് 10 രൂപ വീതം എത്ര രൂപ കിട്ടിക്കാണും? ഡിനോമിനേഷൻ ഒക്കെ ഒന്ന് ചെയ്തതെന്ന് ഓർത്ത് നോക്കിക്കേ. പിന്നെ ടീച്ചർ അത് പറയണോ? വേണ്ട അല്ലെ? ഒരു കുട്ടിക്ക് 10 രൂപയാണെങ്കിൽ 2 കുട്ടിക്ക് 20 രൂപ കിട്ടിക്കാണും അല്ലേ? അപ്പൊ എക്സ് കുട്ടികൾക്ക് എത്ര രൂപ കിട്ടിക്കാണും? 10 into x കിട്ടിക്കാണും. അതേപോലെ 50 - x അഡൽട്സിന്, അഡൽട്സ് എല്ലാരും കൂടി വാങ്ങിയ രൂപ എത്രയായിരിക്കും? 50 - x into 26 അല്ലേ? ഇനി അത് സംബന്ധിച്ചു ടോട്ടൽ ഹൗ മച്ച് റുപ്പീസ് വേർ ഗോട്ട്? 740 rupees ഫ്രം 50 persons. ഇതെല്ലാം കൂടി കൂട്ടിയാൽ we will get 50 persons അല്ലെ? അപ്പൊ ഇവര് ഓരോരുത്തരുടെയും ചെലവാക്കിയ കാശ് നോക്കിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? we should get 740 rupees അല്ലേ? എക്സ് ചിൽഡ്രൻ ഉണ്ടായിരുന്നു. എക്സ് ചിൽഡ്രൻ 10 രൂപ വെച്ച് എടുത്തു. എക്സ് ഇൻറ്റു 10 എന്ന് എഴുതുന്നതും 10x എന്ന് എഴുതുന്നതും ഒന്നാണെന്നല്ലേ ടീച്ചർ പറഞ്ഞത്? അപ്പോ നമുക്കിവിടെ 10x എന്ന് എഴുതാം. അതെ, പ്ലസ് 26 rupees വെച്ചിട്ട് 50 - x അഡൽട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോ 50 - x into 26 എന്ന് എഴുതി കൂടെ ഡിനോമിനേഷൻ? ഇതല്ലേ ടോട്ടൽ അഡൽട്സ് കൊടുത്ത രൂപ. 26 into 50 - x ചെയ്താലും കറക്റ്റ് തന്നെ കേട്ടോ. ഈക്വൽ ടു ഇവർ ഇത്രയും പേര് കൊടുത്ത രൂപ എത്രയായിരിക്കും? എക്സ് ചിൽഡ്രനും 50 - x അഡൽട്സും കൂടി ഓരോന്നിനും ഇത്രയും രൂപ വെച്ച് കൊടുത്ത രൂപ എത്രയായിരിക്കും?
They got 740 rupees from 50 persons. So this will be 740 rupees. You got an equation, right? So try to solve it. 10x plus 26 into 50, 1300 minus 26 into x, 26x equal to 740. ഇനി x എല്ലാം ഒരിടത്ത് നമ്പേഴ്സ് എല്ലാം ഒരിടത്താക്കുക. എളുപ്പത്തിന് നെഗറ്റീവ് വരാത്ത രീതിക്ക് നമ്മൾ ചെയ്യാൻ നോക്കുക. അപ്പൊ എന്ത് ചെയ്യണം? നെഗറ്റീവ് വരരുത് അല്ലെ. അപ്പൊ 740 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 1300 മൈനസ് 740 എന്ന് വരും. പ്ലസ് അല്ല ഇവിടെ 10x ഉം 26x അങ്ങോട്ട് പോയാൽ പ്ലസ് 26 മൈനസ് 10x എന്ന് വരും ഇല്ലേ? ഒന്ന് നോക്കിക്കേ. $1300 minus 740 equal to 26x minus 10x. What will be this? This will be 560. 26 minus 10 will be 16x. Therefore, x will be 560 divided by 16. ഇതിനി പറഞ്ഞു തരണോ? x into 16 ആയതുകൊണ്ട് 16 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഡിവൈഡഡ് ബൈ ആയി 560 ഡിവൈഡഡ് ബൈ 16 എന്ന് വന്നു. 560 ഡിവൈഡഡ് ബൈ 16 എന്താണ്? which is equal to 35. അപ്പൊ എന്താണ് കിട്ടിയത്? x was the number of children. So the number of children we got is 35. Therefore, what will be the number of adults? 50 minus 35. ഒന്ന് തനിയെ ഒന്ന് വെരിഫിക്കേഷൻ ചെയ്ത് നോക്കിക്കേ. and 50 വെരിഫിക്കേഷൻ ചെയ്ത് നോക്കിയോ? എക്സിന്റെ അവിടെ 35 ഇട്ട് കൊടുക്ക, ഇവിടെയും എക്സിന്റെ അവിടെ 35 ഇട്ട് കൊടുത്ത you will get 740. Isn't it? അപ്പൊ ഇത് മനസ്സിലായി ഇല്ലേ? ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ഇതൊന്നും കൂടി മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ചോദ്യത്തിലേക്ക് കടക്കാം. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമുക്കൊന്ന് നോക്കാം. A class has the same number of girls and boys. Only 8 boys were absent on a particular day, and then the number of girls was double the number of boys. What is the number of boys and girls? ചോദ്യം കണ്ടോ? കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലേ? So what was written in the question? The number of girls and boys in a class was equal. On a particular day, how many boys were absent? 8 boys were absent. Then what happened? The double the number of boys equal to the number of girls. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബോയ്സും ഗേൾസും എത്രയാണെന്ന് നമുക്ക് അറിയണം. So എന്താണോ കണ്ടുപിടിക്കേണ്ടത് that should be taken as x. So number of girls equal to number of boys same അല്ലേ? അപ്പൊ ഗേൾസിന് x എടുത്താലും ബോയ്സിന് x എടുത്താലും ഒരേപോലെ. So which is equal to x. On a particular day, x minus 8 boys were present. അതായത് 8 ബോയ്സ് ആബ്സെന്റ് ആയിരുന്നില്ലേ? അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് എന്തായി? x minus 8 ആയി. അപ്പോഴേ നമ്പർ ഓഫ് ഗേൾസ് എന്തായിരുന്നു? ബോയ്സ് മാത്രമേ ആബ്സെന്റ് ആയിരുന്നുള്ളൂ. അപ്പൊ ഗേൾസ് എന്തായിരുന്നു? x തന്നെയായിരുന്നു. നമ്പർ ഓഫ് ഗേൾസ് x തന്നെയായിരുന്നു. കണ്ടീഷൻ എന്താ പറഞ്ഞ? 8 പേര് ആബ്സെന്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഡബിൾ ദ നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ബോയ്സ് എന്ന് എത്രയാണ്? x minus 8. x minus 8ന്റെ ഡബിൾ is equal to the number of girls. Number of girls എന്ത് തന്നെയായിരുന്നു? It was x itself. So which is equal to x. മനസ്സിലായോ? 8 boys absent ആയിരുന്നപ്പോൾ what was the number of boys? x minus 8. അപ്പോഴും നമ്പർ ഓഫ് ഗേൾസ് എന്ത് തന്നെയാണ്? കാരണം 8 പേരെ ആബ്സെന്റ് ആയുള്ളൂ, അത് മുഴുവൻ ബോയ്സ് ആണ്. അപ്പൊ സ്ട്രെങ്ത് ഓഫ് ഗേൾസ് വാസ് ഫുൾ. അതായത് എക്സ് ഗേൾസ് ഉണ്ടായിരുന്നു, എക്സ് ഗേൾസ് ആണ് അന്നും പ്രസന്റ് ആയിരുന്നു. ഇനി കണ്ടീഷൻ എന്താ പറഞ്ഞത്? ഡബിൾ നമ്പർ ഓഫ് ബോയ്സ്. അതായത് നമ്പർ ഓഫ് ബോയ്സിന്റെ ഡബിൾ എന്താണ്? നമ്പർ ഓഫ് ഗേൾസ് ആണ്. ഇനി ഇത് സോൾവ് ചെയ്യാലോ. 2x minus 16 equal to x. നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ ഒരിടത്തേക്ക് കൊണ്ടുവരണം. 2x minus x equal to 16, x equal to 16.
So, the number of boys and number of girls per sex which is equal to 16. Verify ചെയ്യണ്ടേ? 16 ൽ നിന്ന് 8 boys പോയി. So, how many boys were present on that day? 8 boys were present. ഈ 8 എന്ന് പറയുന്നതിന്റെ ഡബിൾ അല്ലേ 16? ഈ 8 ഒന്ന് ഇവിടെ ഇട്ട് നോക്കിക്കേ, ഈ 16 ഒന്ന് ഇവിടെ ഇട്ട് നോക്കിക്കേ. വെരിഫൈ ചെയ്യണ്ടേ നമുക്ക്? 16 minus 8, 8. 8 into 2, x എന്തായിരുന്നു? 16 തന്നെ. വെരിഫിക്കേഷൻ കറക്റ്റ് ആണല്ലോ. സോ ആൻസർ ഇസ് കറക്റ്റ്. മനസ്സിലായില്ലേ? കുറച്ച് ട്രിക്കി ആയിരുന്നു, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഉത്തരാണ് അല്ലെ. 2ഉം 16ഉം 8ഉം ഒക്കെ നമുക്ക് അറിയാവുന്ന നമ്പേഴ്സാ. ഒരു ബുദ്ധിമുട്ടുമില്ല മറ്റേ ക്വസ്റ്റ്യനെ പോലെ അല്ലെ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്ന വേഗം ഒന്ന് എഴുതിയെടുത്തോ. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള ഒരു ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ. In a cooperative society, the number of men is thrice the number of women. 29 women and 16 men more joined the society, and now the number of men is double the number of women. How many women were there in the society at first? It was a big question, isn't it? So what was in the question? In a cooperative society, there were men and women. The very first sentence of the question tells us that the number of men is thrice the number of women. ക്വസ്റ്റ്യനിലെ ഓരോ വരികളിൽ നിന്നും നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ടീച്ചർ പറഞ്ഞത്. സോ ഈ വരിയിൽ നിന്ന് നമുക്ക് എന്ത് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും? നമ്പർ ഓഫ് മെൻ ഈക്വൽ ടു ത്രൈസ് ദ നമ്പർ ഓഫ് വിമൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 29 women were added and 16 men were added in the group, and then the condition was the number of men equal to 2 into number of women. We have to find the number of women in the group at first. ആദ്യം ആ ഗ്രൂപ്പിൽ എത്ര വിമൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ഇപ്പൊ വിമനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ മെനിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? വേണ്ട, നമ്മൾ ഒന്നും ആയിട്ട് എടുക്കണില്ല. എമ്മും ഡബ്ല്യു അല്ലെങ്കിൽ മെൻ എന്നും വിമൻ എന്നും പറഞ്ഞാൽ നമ്മൾ ആ ചോദ്യം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത്? നമുക്ക് വേഗം ഉത്തരത്തിലേക്ക് എത്തണം. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ആയില്ലേ? നമ്പർ ഓഫ് വിമൻ നമ്മൾ എക്സ് എടുത്തു, സോ മെന്ന് നമ്മൾ എന്തെടുക്കും? ബുദ്ധിമുട്ടായില്ലേ? അല്ലെങ്കിൽ നമ്പർ ഓഫ് മെന്നിന് എക്സ് എടുത്തു, അപ്പൊ ഇത് എന്തെടുക്കും? 3 into നമ്പർ ഓഫ് വിമന് നമ്മൾ ഇത് കൊടുക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇതെങ്ങനെ എഴുതാം? മെൻ ഈക്വൽ ടു 3 into വിമൻ. ചെറുതായിട്ടൊന്ന് മനക്കണക്കൊന്ന് നോക്കിയാൽ മതി. മെൻ ഈക്വൽ ടു 3 into വിമൻ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞേ? 29 വിമൻ വെർ ആഡഡ്. അതായത് 29 പ്ലസ് വിമൻ ഉണ്ട് ഇപ്പൊ നൗ, ആൻഡ് 16 പ്ലസ് മെൻ ഉണ്ട് അല്ലേ അറ്റ് പ്രസന്റ്. അപ്പോഴത്തെ കണ്ടീഷൻ എന്താ? നമ്പർ ഓഫ് മെൻ എന്താണ്? 16 പ്ലസ് മെൻ അല്ലെ. നമ്പർ ഓഫ് മെൻ ഈക്വൽ ടു ഡബിൾ ദ നമ്പർ ഓഫ് വിമൻ. അതായത് നമ്പർ ഓഫ് മെൻ ഈക്വൽസ് ഡബിൾ ദ നമ്പർ ഓഫ് വിമൻ. നമ്പർ ഓഫ് വിമൻ ഇപ്പൊ എത്രയല്ലേ? ഇതിന്റെ ഡബിൾ ആണ്. മനസ്സിലായോ? ഇവിടെയും ഒരു ഇക്വേഷൻ കിട്ടി, ഇവിടെയും ഒരു ഇക്വേഷൻ കിട്ടി. ഇപ്പോഴും സോൾവ് ചെയ്യാൻ നമുക്കൊരു ഇതില്ല. കാരണം നമ്മൾ ഇത്രയും നേരം ചെയ്യുന്നത് എങ്ങനെയാ? ഒരു എക്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ, അല്ലെങ്കിൽ ഒരു വേരിയബിൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എക്സും വൈയും എസും എല്ലായിട്ടും നമ്മൾ ചെയ്തില്ലല്ലോ. സോ ഇവിടെ വിമനും നമുക്ക് അൺനോൺ ആണ്, മെന്നും നമുക്ക് അൺനോൺ ആണ്. ഏതെങ്കിലും ഒരു അൺനോൺ മാത്രമേ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മെൻ ഈക്വൽ ടു 3 into വിമൻ ഇല്ലേ? ഈ മെന്നിന് പകരം 3 into വിമൻ എഴുതിയാലും കറക്റ്റ് അല്ലേ? ഈക്വൽ ടു ആണല്ലോ. അപ്പൊ മെന്നിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? സോ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1, മെന്നിന് പകരം we are going to write 3 women. So 2 into 29 plus women. നമുക്ക് വിമൻ തന്നെ മൊത്തം എഴുതണ്ട, ഡബ്ല്യു എം എന്നൊക്കെ ഇടാട്ടോ. ടീച്ചർ എപ്പോഴും പറഞ്ഞില്ലേ എക്സ് തന്നെ എപ്പോഴും ഇടണമെന്നില്ല. യു ക്യാൻ ടേക്ക് എനി വേരിയബിൾ ABCD അപ് ടു Z, എനി വേരിയബിൾ യു ക്യാൻ ടേക്ക്. പക്ഷേ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഒരു വേരിയബിൾ ചോദ്യത്തിൽ വന്നാൽ ചെയ്യാൻ മാത്രമാണ്.
സോ നമുക്കുള്ളതിനെ ഒരു വേരിയബിളിലേക്ക് ആക്കുക. ഇങ്ങനത്തെ ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. ഇത് ശ്രദ്ധിച്ചിരുന്ന ദിസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ 16 പ്ലസ് what we can write instead of this men we can write 3 women. Am I right? Now how many unknowns are here? Yes, only one unknown, women, and here also women. So solve it. 2 into 29 plus 2 into women equal to 16 plus 3 into women. Women കണ്ട് പേടിക്കണ്ട, ഇവിടെ x ആണെന്ന് വിചാരിച്ച് ചെയ്താൽ മതി. ഒന്ന് വേഗം ഒന്ന് ചെയ്ത് നോക്കിയേ. ഇക്വേഷൻ ആയില്ലേ? ഇനി ടീച്ചർ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. വേഗം ഒരു 2 സെക്കൻഡ് തരാം, വേഗം ഒന്ന് ചെയ്ത് നോക്കണേ. കിട്ടിയോ? 2 into 29 58 plus 2 into women 2 women equal to 16 plus 3 women. Okay, now every unknowns to the one side and every constants to the other side. 58 minus 60 which is equal to 42 and 3 women minus 2 women which is equal to 1 women. Teacher apple പറഞ്ഞത് ഓർമ്മയില്ലേ? ഏകദേശം അതേപോലെ. So what is the number of women? 42. So our question was what? How many women were there in the first? നമ്മൾ ആദ്യം എത്ര വിമൻ ഉണ്ടായിരുന്നു? വിമൻ മാത്രമല്ല കൊടുത്തത്. ആദ്യം നമുക്ക് 42 വിമൻ ഉണ്ടായി, അതിനുശേഷം 29 വിമൻസ് വന്നു. ആദ്യം അപ്പൊ എത്ര മെൻ ഉണ്ടായിരുന്നു? അത് ഇതിനകത്ത് ഇട്ട് നോക്കാം. 42 അല്ലേ ആദ്യം ഉണ്ടായിരുന്നത്. 3 into 42 എത്രയാണോ അത്രയും മെൻ ഉണ്ടായിരുന്നു. എത്ര മെൻ ഉണ്ടായിരുന്നു? 126. 42 into 3 3 2 6 3 4 12 126 men ഉണ്ടായിരുന്നു. ഉത്തരം കിട്ടിയില്ലേ? ഇനി ഇത് വെരിഫൈ ചെയ്യാൻ ടീച്ചർ പറഞ്ഞു തരണ്ടല്ലോ. എല്ലാവരും ഒന്ന് വേഗം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കേ. വെരിഫിക്കേഷൻ നടത്തുക, ഉത്തരം ശരിയാണോ എന്ന് നോക്കുക, എന്നിട്ട് ഇത് മൊത്തം എഴുതിയെടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കൊണ്ട് ആരും ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. കാരണം ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഒന്നും മറന്നു പോകരുത്. എല്ലാ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഒരു ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഒരു ഇക്വേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ മെന്നിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ മറന്നു പോവോ? ഇല്ലല്ലോ. വേഗം ഒന്ന് എഴുതിയെടുത്തോ. ഇതിനുശേഷം നമുക്കൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി കഴിഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് കഴിക്കാം. There are some lotus flowers in a pond. Some birds in flight thought of resting on them. When each bird sat on a flower, one bird had no seat. When a pair of birds sat on each flower, one flower had no bird. How many flowers and how many birds? ആക്ടിവിറ്റി കാർഡിലെ ചോദ്യം എല്ലാവരും കണ്ടോ? ഒരു പസില് പോലെ ഉണ്ടല്ലേ? ഇറ്റ് ലുക്സ് ലൈക്ക് എ പസിൽ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലേ? There are lotus flowers in a pond. Some birds came to sit in those lotus flowers. What happened then? When each bird sat on a flower, one bird had no seat. ഓരോ ബേർഡും ഓരോ പൂവില് വന്നിരുന്നപ്പോ ഒരു ബേർഡിന് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കുറച്ച് പൂക്കളുണ്ട്, കുറച്ച് ബേർഡ്സും ഉണ്ട്. ബേർഡ്സ് വന്നിരുന്നു, അപ്പൊ എല്ലാ പൂക്കളിലും വന്നിരുന്നു. ഓരോ ബേർഡും ഓരോ പൂവിൽ വെച്ചിരുന്നു. ഒരു ബേർഡിന് ഇരിക്കാൻ പോവില്ല. എന്തെങ്കിലുമൊക്കെ മനസ്സിലേക്ക് വന്നോ? ഇരിക്കട്ടെ. Pair of birds sat on each flower. One flower had no bird. അതായത് ഈ ബേർഡ്സ് കുറച്ചു പേരുണ്ടെന്ന് പറഞ്ഞില്ലേ? അവര് രണ്ടുപേര് വീതം ഓരോ ഫ്ലവറിൽ വന്നിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു ഫ്ലവറില് ഇരിക്കാൻ ബേർഡ് ഇല്ലാതായി. ആദ്യം ബേർഡ്സ് കൂടിപ്പോയി, ഒരെണ്ണം കൂടിപ്പോയി. രണ്ടാമത്തെ കേസില് ഫ്ലവർ ഒന്ന് കൂടിപ്പോയി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്ലവർ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നും കണ്ടുപിടിക്കണം, ബേർഡ്സ് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നും കണ്ടുപിടിക്കണം. സോ ഫ്രം ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഈച്ച് ബേർഡ് സാറ്റ് ഓൺ എ ഫ്ലവർ. ഓരോ ബേർഡും ഓരോ പൂവില് വന്നിരുന്നു. അപ്പൊ പൂക്കളൊരു എക്സ് ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് രണ്ടും കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം എക്സ് എടുക്കാം. ഇവിടെ ഏതാണ് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് വരിക? പൂക്കളിൽ എല്ലാ പൂക്കളിലും ഇരുന്നു, പക്ഷെ ബേർഡ് ഒരെണ്ണം കൂടുതൽ വന്നു. സോ
എക്സ് പൂക്കളുണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ബി എക്സ്. സോ നമ്പർ ഓഫ് ബേർഡ്സ് എന്തായിരിക്കും? എക്സ് പൂക്കളിൽ എത്ര ബേർഡ്സ് വന്നിരിക്കും? എക്സ് ബേർഡ്സ് വന്നിരിക്കും അല്ലേ? 2 പൂക്കളുണ്ടെങ്കിൽ 2 ബേർഡ്സ് വന്നിരുന്നിട്ടുണ്ട്. അപ്പൊ മൂന്നാമതുള്ള ബേർഡിന് ഇരിക്കാൻ സീറ്റ് ഇല്ല. അതേപോലെ എക്സ് പൂക്കളിൽ എക്സ് ബേർഡ്സ് വന്നിരുന്നിട്ടുണ്ട്. പക്ഷെ ഒരു ബേർഡിന് ഇരിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഒരു ബേർഡ് അവിടെ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ എക്സ് ബേർഡും ഉണ്ട്, ഒരു ബേർഡും കൂടെയുണ്ട്. അപ്പൊ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ബേർഡ്സ്? വെരി ഗുഡ്. എക്സ് പ്ലസ് 1 ബേർഡ്സ് ഉണ്ടാവും അല്ലേ? ഒരേ വേരിയബിളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. Now, from the second statement, we can understand that when pair of birds sat on each flower, അതായത് x plus 1 birds ഉണ്ട്, അവര് പെയർ ആയിട്ടിരുന്നു. അപ്പോ നമ്പർ ഓഫ് ബേർഡ്സ് കുറയില്ലേ? നമ്പർ ഓഫ് ബേർഡ്സ് കുറയില്ല. ഓരോ പൂവിലും 2 പേര് വീതം വെച്ചിരുന്നു അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ആ 2 പേരെ നമ്മൾ ഒന്നാക്കി ഒന്ന് കണക്കാക്കി നോക്കിക്കേ. അപ്പൊ അത്രയും ഫ്ലവേഴ്സില് ഓരോരുത്തര് വന്നിരുന്ന പോലെയായി. അതായത് ഇപ്പൊ 4 പേരുണ്ടായിരുന്നു എന്ന് വിചാരിക്കും, 4 ബേർഡ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അതില് 4 പേരും പെയർ ആയിട്ട് വന്നിട്ട് ഓരോ പൂക്കളിൽ വന്നിരുന്നു. അപ്പൊ 4 പേര് പെയറായ എത്ര പെയർസ് ഉണ്ടാവും? 2 പെയർ ഉണ്ടാവും അല്ലെ? അതായത് 4 ഡിവൈഡ് ബൈ 2, അതാണ് 2 കിട്ടിയത്. അപ്പൊ എക്സ് പ്ലസ് 1 ബേർഡ്സ് പെയർ ആയാൽ how many pairs will be there? ഓരോ പെയർ അല്ലേ ഓരോ പൂവിലിരിക്കുക. അപ്പൊ അത്രയും പൂക്കളല്ലേ ഒക്യുപ്പൈ ആവുള്ളൂ. ബാക്കി എത്ര പൂ വന്നു ബേർഡ് ഇല്ലാതെ? ഒരു പൂവ് വന്നു അല്ലേ? അപ്പൊ എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ we will get number of pairs കിട്ടും. എക്സ് പ്ലസ് 1 ബേർഡ്സ് ഉണ്ടായിരുന്നു, അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ we will get the number of pairs. ഇനി എത്ര പൂവുകൾ ഉണ്ടായിരുന്നു? There were x flowers. x ഫ്ലവേഴ്സില് ഒരു ഫ്ലവറില് ആരെങ്കിലും ഇരുന്നോ? ഒരു ഫ്ലവറിൽ ആരും ഇരുന്നില്ല. അപ്പോ എത്ര ഫ്ലവേഴ്സിൽ ആൾക്കാർ ഇരുന്നു? ഈ x plus 1/2 പെയേഴ്സ് എത്ര ഫ്ലവറിലായിട്ടാണ് ഇരുന്നത്? എക്സ് ഫ്ലവറിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ, ഒരു ഫ്ലവറിൽ ആരും ഇരുന്നിട്ടില്ല. അപ്പൊ എത്ര ഫ്ലവറിൽ ഇരുന്നിട്ടുണ്ട്? എക്സ് മൈനസ് 1 ഫ്ലവറിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എക്സ് പ്ലസ് 1/2 എത്ര ഫ്ലവറിൽ ഇരുന്നു? എക്സ് പ്ലസ് 1/2 ഇരുന്നത് എക്സ് മൈനസ് 1 ഫ്ലവേഴ്സിലാണ്. മനസ്സിലായോ? എക്സ് പ്ലസ് 1/2 പെയേഴ്സ് ഇരുന്നത്, അല്ലെങ്കിൽ അത്രയും ആൾക്കാർ ഇരുന്നത് എക്സ് മൈനസ് 1 ഫ്ലവേഴ്സിലാണ്. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇതൊന്ന് വെറുതെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. 2 into x, 2 ഇപ്പുറത്തേക്ക് വരില്ലേ? 2 into x minus 2, x plus 1 equal to 2x minus 2. എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവാ, 2നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 2 ആവും. 1 plus 2 is equal to 3. 2x minus x വരും, x വരും. അപ്പൊ x എന്തായിരുന്നു? We assume that the number of flowers was x. So the number of flowers here is 3. ഇനി ഇത് ശരിയാണോ നോക്കണ്ടേ? 3 പൂക്കളുണ്ട്. അപ്പൊ എത്ര ബേർഡ്സ് ഉണ്ട്? x plus 1 ബേർഡ്സ് ഉണ്ട്. 3 പൂക്കളും 4 ബേർഡ്സ് ഉണ്ട്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ബേർഡ്സ് വന്നു, 3 പൂക്കളെ ഉള്ളൂ. ഓരോരുത്തർ വെച്ചിരുന്നപ്പോൾ ഒരു ബേർഡിന് ഇരിക്കാൻ സീറ്റ് ഇല്ല. 1 bird had no seat. ഇനി 4 പേര് പെയറായിട്ട് വന്നിരുന്നു. 4 പേര് പെയറായാൽ 2 പേഴ്സ്. അപ്പൊ 3 പൂക്കളിൽ 2 പൂക്കൾ ഓക്യുപ്പൈഡ് ആയി. ഒരു പൂവിലിരിക്കാൻ ബേർഡ് ഇല്ല. അപ്പൊ വെരിഫൈഡ് ആയില്ലേ? നമ്മൾ വെരിഫൈ ചെയ്തു, ഉത്തരം നമ്മുടെ ശരിയാണ്. അപ്പൊ ഈ ചോദ്യം മനസ്സിലായല്ലോ, ഒരു പസിൽ ചോദ്യമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പേജ്, അത് 44th പേജില് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പസിലാണ്, പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളും ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ആക്ടിവിറ്റി കാർഡിന്റെ ടീച്ചർ ഈ ചോദ്യം തന്നത്. മനസ്സിലായല്ലോ? ടീച്ചർ ഇനി ഒരു ചെറിയ ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടി തരട്ടെ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ
കഴിഞ്ഞു. അപ്പൊ എല്ലാരും നന്നായി പഠിക്കണം കേട്ടോ. ചോദ്യം നോക്കാം.